Hello, once again welcome back to my channel. Hope all are doing good. ഇന്ന് ഞാനൊരു കുട്ടി റിവ്യൂ വ്ളോഗായിട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, മീഷോന്ന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീഷോന്ന് മാത്രമല്ല, മിന്ത്രയിൽ. സോ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതിനെക്കുറിച്ച്. ഓക്കെ ഫസ്റ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റാണ് കാണിച്ചു തരുന്നത്. 2 ഷർട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഷർട്ട് രണ്ട് ഷർട്ടല്ല, ഒരു ഷർട്ടും അതേപോലെ തന്നെ ഒരു ഫീഡിങ് ടോപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൽ ഒരു ഷർട്ട് ഇതാണ് കേട്ടോ. ഇത് ആണ് ഒരു ഷർട്ട് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ കാണുന്നുണ്ടോ? ക്യാൻ യു സീ ദിസ് വൺ? ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. സീത്രൂ ഒന്നുമല്ല, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് തന്നെയാണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 3 ആണ്. കണ്ടോ, 3 എന്ന് വെച്ചാൽ ലാർജാണ് ഞാൻ സെലക്ട് ചെയ്ത സൈസ്. എനിക്ക് ഓക്കെയാണ്, അതായത് എനിക്ക് പാകമാണ് വേറെ ചെയ്തോട്ട് നോക്കുമ്പം. പിന്നെ നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നാമത് ഷർട്ട് ചൂസ് ചെയ്യാൻ കാരണം ഫീഡിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ബട്ടൺസ് ഉള്ള ടോപ്പാണ് ഇപ്പം അത്യാവശ്യം. സോ അതുകൊണ്ടാണ് ഞാനൊരു ഷർട്ട് മേടിച്ചത്. ഓക്കെ, ഇതാണ് ഒരു ഷർട്ട്. ഇതിന് റേറ്റ് വന്നിട്ട് 179 റുപ്പീസാണ് ഇതിന് വരുന്നത്. ഓക്കെ, പിന്നെ ഷിപ്പിംഗ് ചാർജ് ഐ തിങ്ക് 60 എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, അപ്പോൾ ഞാൻ സെക്കൻഡായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഫീഡിങ് കുർത്തിയാണ്. ഇത് സൂപ്പർ കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ഇത് ആരെങ്കിലും ഫീഡിങ് മോമുണ്ടെങ്കിൽ ഇത് മേടിച്ചോളൂ. നല്ല സുഖമാണ് ഇതിടാൻ. ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇതിൻ്റെ സിബ് വന്നിട്ട് ഇവിടെ ഫ്രണ്ടിലാണ് സിബ് വരുന്നത്. ഈ സൈഡിലും ഈ സൈഡിലും ആയിട്ടാണ്. കാണാൻ പെട്ടെന്നൊന്നും അറിയില്ല സിബ് ഈ സൈഡിലുണ്ട് എന്നൊന്നും. അപ്പം ഇത് ഡബിൾ എക്സൽ അല്ല, എക്സൽ സൈസാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഒരു വൈറ്റിൽ ഒരു സീ ബ്ലൂ, നേവി ബ്ലൂ, യെല്ലോ കളർ മിക്സ് വരുന്ന ഒരു പ്രിൻ്റാണ് ഇതിന് വരുന്നത്. ഇതിന് ഒരു തട്ടം അലക്കിയപ്പം ഒന്ന് ചുരുങ്ങിപ്പോയി, മീൻസ് സൈസ് കുറച്ചൊന്ന് കുറഞ്ഞു പോയി. അല്ലാത്തൊരു കുഴപ്പമില്ല, ഫേഡിങ് ഇല്ല, അതേപോലെ തന്നെ കളറ് ഇളകുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 356 റുപ്പീസാണ് ഇതിന് വന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഓക്കെ, ഇവിടെ ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ, സ്മോൾ ഫ്രിൽസ്. ഓക്കെ, സ്മോൾ ഫ്രിൽസ് വരുന്നുണ്ട്. വേറെ സ്ലീവൊക്കെ 3/4 സ്ലീവാണ് വരുന്നത്. ഇത്ര ലെങ്ത്താണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് മിന്ത്രേന്നാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. ഞാൻ തല തിരിഞ്ഞെടുക്കുകയാണ്, ഞാനിത് ആദ്യമായിട്ടല്ലേ പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യണം, അപ്പോൾ ക്ഷമിക്കുക. ഓക്കെ, അതാ കണ്ടോ, ഇതാണ് ഒരു ഷർട്ട് തന്നെ. ഇതിൻ്റെ ക്ലോത്ത്, അതായത് മെറ്റീരിയലേക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾ എബൌട്ട് യു എന്ന് പറഞ്ഞിട്ടുള്ള മിന്ത്രേൻ്റെ ഒരു ബ്രാൻഡിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 356 ആണ് വരുന്നത് കേട്ടോ. എനിക്ക് 356-നേക്കാളും ബിലോ റേറ്റിലെങ്ങാനാണ് കിട്ടിയത്, കാരണം ഓഫറുള്ള സമയത്താണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ ആകും എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ മീഷോയിൽ കണ്ടപ്പോൾ ആ ബ്ലാക്ക് ഞാൻ ഓർഡർ ചെയ്തത്. ഏകദേശം കണ്ടപ്പോൾ ഈ ഒരു ക്ലോത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ അതുകൊണ്ടാണ് ഞാൻ ആ ബ്ലാക്ക് മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എക്സ്ട്രീംലി ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ് എനിക്ക് മീഷോന്ന് ആ ബ്ലാക്ക്, മീൻസ് അതായത് മെറ്റീരിയൽ വൈസ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ അലക്കി കുറേ പ്രാവശ്യം യൂസ് ചെയ്ത്. ഇത് ഞാൻ വൈറ്റ് പാൻറ്റിൻ്റെയും വൈറ്റ് ഹിജാബിൻ്റെയും കൂടെയാണ് ഇത് ഞാൻ നോർമലി ഞാൻ ഇത് ഇടാറ്. പിന്നെ ചിലപ്പം ബ്ലൂ ഡെനിമിൻ്റെ കൂടെയും ഇടലുണ്ട്. അപ്പം ഇതാണ് എനിക്ക് കുറച്ച് ഷർട്ട് കളക്ഷൻസ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. അപ്പം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ഷർട്ടാണിത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു നോർമൽ ഷർട്ടിൻ്റെ ഒരു ലെങ്ത്താണ്. ലെങ്ത്ത് വന്നിട്ട് ഒരു നോർമൽ ലെങ്ത്താണ്. ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ
ലെങ് മീൻസ് ബാക്ക് കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ്. ക്യാൻ യു സീ ദിസ്? കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ്. അപ്പം ഇട്ടാലൊക്കെ ഒരു നീറ്റിൽ അങ്ങനെ നിൽക്കും. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് അല്ല, ഫുൾ സ്ലീവിനൊക്കെ മീൻസ് ഇവിടെ ആയിട്ടാണ് കൈ ഇരുന്നത്. പിന്നെ ഇതിൻ്റെ കൈ സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ കുറേ പ്രാവശ്യം അലക്കി യൂസ് ചെയ്തതാണ്. ഒരു കംപ്ലയിൻസും കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 356 ആണ് റേറ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ അബൌട്ട് 78 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഒന്നും കൂടിയും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.